ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് മസാലകളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി എന്നിവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കാശ്മീരി റെഡ് ചില്ലി പൗഡർ എടുത്തിട്ടുള്ളത് നല്ലൊരു കളർ നമ്മുടെ ബീഫ് കറിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പാൻ നന്നായി ചൂടായതിനു ശേഷം മാത്രം പൊടികൾ ഇട്ട് കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരും. ഇതിപ്പോൾ ഇവിടെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1 കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതിൽ നിന്ന് പകുതി പോർഷൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ 1/2 കപ്പ് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഇടാം കേട്ടോ, പക്ഷെ ഇത്രയൊക്കെ മതി, അതിന് നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്, വിനെഗർ, വൈറ്റ് വിനെഗർ. അപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് ടെൻഡറായി കിട്ടും. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർക്കാതെയാണ് ബീഫ് വേവിക്കുന്നത്. പിന്നെ ബീഫൊക്കെ വേവാനുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ചതച്ചത് ചേർത്താൽ മതി കേട്ടോ, പേസ്റ്റ് ആക്കണം എന്നൊന്നുമില്ല. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് പിന്നീട് ചേർക്കാം. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു 6 വിസിൽ വരുന്നത് വരെയാണ് ഞാൻ വേവിച്ചത്. അപ്പോൾ കുക്കറിലെ ആവിയെല്ലാം പോയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ബീഫൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഗ്രേവി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെള്ളം ചേർക്കാതെയാണ് വേവിച്ചതെങ്കിലും ഇതിൽ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. ബീഫിന്റെ മൂപ്പിനനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും. ഇളയ ബീഫൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കുക്കാവും. അതുപോലെ മൂത്ത ബീഫാണെങ്കിൽ ഒത്തിരി ടൈം വേണ്ടി വരും കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കൊരു പാനിലോട്ട് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇനി ഇതിലോട്ട് ഒരു 4-5 മണി ഉലുവ ചേർക്കാം കേട്ടോ. ഉലുവ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ബീഫ് കറിക്ക്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക്, നെടുകെ കീറൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഇട്ടാലും മതി. 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ക്രഷ് ചെയ്തതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് ചെറിയുള്ളി ചതച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ പേസ്റ്റ് ആക്കരുത്, ചതച്ചെടുത്താൽ മാത്രം മതി. ഇങ്ങനെ ചതച്ചെടുത്താലാണ് ഇതിൻ്റെയൊക്കെ ഫ്ലേവർ കൂടുതലായിട്ട് കറിയിലോട്ട് കിട്ടുക, നല്ല ടേസ്റ്റും കിട്ടുക കേട്ടോ. അപ്പോൾ ഒരുപാട് പേസ്റ്റ് ആക്കാതെ ഇതുപോലെ ക്രഷ് ചെയ്ത് തന്നെ എടുക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള സ്ലൈസ് ചെയ്തെടുത്തതാണ്, ഇതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി സവാളി നന്നായിട്ട് സോഫ്റ്റായി വരണം. അപ്പോൾ അതുവരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ സവാള സോഫ്റ്റായി വന്നോളും. പിന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ചേർത്താലും അതുപോലെ സവാള പെട്ടെന്ന് സോഫ്റ്റായി വന്നോളും. പിന്നെ നമ്മുടെ ബീഫ് കറിയിലൊക്കെ ഒരു ഒത്തിരി ഒന്നും ഇടാൻ പാടില്ല, ഒരു ഇത്തിരി പഞ്ചസാരയൊക്കെ ചേർക്കുന്നത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ സമയത്ത് തന്നെ ചേർക്കുകയാണെങ്കിൽ സവാള പെട്ടെന്ന് സോഫ്റ്റായി വന്നോളും. ഇനിയിപ്പോൾ വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളകും 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകവും ചതച്ചതാണ്. പൊടിക്കണ്ട, ചതച്ചെടുത്താൽ മതി. അപ്പോൾ ചതച്ചെടുത്താലായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാൻ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല കേട്ടോ. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മസാല റോസ്റ്റ് ചെയ്തതുണ്ടല്ലോ, അതിൻ്റെ ബാക്കി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ മസാലകളുടെയൊക്കെ ഒന്ന് പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മസാലകൾ തന്നെയാണെങ്കിൽ ഒന്നും കൂടി എണ്ണയിലൊന്ന് വഴറ്റി എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ഫ്ലേവർ കിട്ടും. പിന്നെ ഇതിലോട്ടൊരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി തക്കാളി നന്നായി വാടി വരണം കേട്ടോ, അതുവരെ നമ്മളിത് വാട്ടിയെടുക്കണം. അപ്പോൾ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്കിത് അടച്ച് വെക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഇപ്പോൾ ഇവിടെ വാടി വന്നിട്ടുണ്ട്. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് ബീഫ് ചേർക്കാം. ഗ്രേവിയോട് കൂടി വേണം ചേർക്കാൻ. ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത്രക്ക് എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറച്ചാൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയും ബീഫും നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അപ്പോൾ കൂടുതൽ കറി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തിളച്ച വെള്ളം കുറച്ച് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ എന്താണെങ്കിലും 1/2 കപ്പ് തിളച്ച വെള്ളം ഇപ്പോൾ ഇതിലോട്ട് ചേർക്കുകയാണ്.
നമ്മൾ ബീഫ് കുക്ക് ചെയ്തപ്പോൾ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളം ചേർത്തത്. വെള്ളം ചേർത്തിട്ടാണ് ബീഫ് കുക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്കിത് ഈ സമയത്ത് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും നന്നായിട്ട് എല്ലാം മിക്സായി വന്നോളും. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ സമയത്ത് കുറച്ചും കൂടി ഗരം മസാല, അതായത് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കറിക്ക്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നെയ്യ് ചേർത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ ബീഫ് കറിയാണ്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കുക്കറിൽ ബീഫ് വെക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് അടുപ്പിൽ വെച്ച് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മൺകലത്തിൽ വെച്ച് അടുപ്പിലൊക്കെ വെച്ചിട്ട് ബീഫ് കറി ഉണ്ടാക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. ആ ടേസ്റ്റ് എന്താണെങ്കിലും നമ്മൾ കുക്കറിൽ ബീഫ് വേവിച്ചാൽ കിട്ടില്ല. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും അതുപോലെ കപ്പ വേവിച്ചുടച്ചതിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മളിനി ഇത് അടച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം തുറന്നാൽ മതി. അപ്പോഴേക്കും നമ്മുടെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടാവും. അതുപോലെ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ബീഫ് കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്